പോയിന്റ് നിങ്ങൾ മറക്കരുത്. നമ്മളെ കുടുംബത്തിൽ ഒരു യതീമിനെ തന്നിട്ട് പോറ്റാനൊക്കെ കഴിവ് അല്ലാഹു നമുക്ക് തന്നു. ഓരോ വർഷവും ലക്ഷങ്ങൾ നമുക്ക് മിച്ചം ബാക്കിയുണ്ട്. ഒരു യതീമിനെ നമ്മൾ അണ്ടറിൽ പോറ്റാൻ പറ്റുമോ? പോറ്റിയിട്ട് സ്വർഗം വാങ്ങണം, പോറ്റി വളർത്തിയിട്ട് സ്വർഗം വാങ്ങണം. യതീമിന്റെ പൊസിഷൻ കഴിയുന്നത് വരെ ചെലവും കാര്യങ്ങളും കൊടുത്തിട്ട് വളർത്തണം. വളർത്തിയിട്ട് എല്ലാ ചെലവും വഹിച്ചിട്ട് ഒരു യതീമിനെ പോറ്റിയതിന്റെ പേരിൽ ഒരു സന്തോഷം നമ്മളെ കൽബിലുണ്ടാകണം. അതൊരു കടമ്പ മുറിച്ചു കടക്കാനുള്ള വലിയൊരു മാർഗമാണ്. ചെലവ് ചെയ്യേണ്ടി വരും. അതിനാണ് അള്ളാഹു തന്നിരിക്കുന്നത്. കൂട്ടിവെക്കാൻ തന്നതല്ല, വ്യത്യസ്ത മാർഗങ്ങളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല തന്നിരിക്കുന്നത്. രണ്ടെണ്ണം അള്ളാഹു പഠിച്ചിരിക്കുന്നത് പരീക്ഷണമായിട്ടാണ്. ഏതാ രണ്ടെണ്ണം? ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. രണ്ട് പ്രാവശ്യമാണ് ഖുർആൻ എണ്ണി പറഞ്ഞത്. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങൾക്ക് നൽകിയ സമ്പത്തും നിങ്ങൾക്ക് നൽകിയ സന്താനങ്ങളും രണ്ടും പരീക്ഷണമാണ്, വിജയിച്ചു കയറണം. പരിശോധനക്ക് തന്നതാണ്. സമ്മതത്തിന്റെ അംഗീകാരത്തിന്റെ അടയാളമല്ല. മനസ്സിലായില്ലേ? നമ്മൾ അള്ളാഹു അംഗീകരിച്ചു എന്നുള്ളതിന്റെ അടയാളമല്ല. സമ്പത്തും സന്താനങ്ങളും പരീക്ഷണത്തിന് തന്നതാണ്, വിജയിച്ചു കയറണം. പലർക്കും കൊടുക്കേണ്ട വകുപ്പ് അതിലുണ്ട്. അവർക്കൊക്കെ കൊടുക്കണം, കണ്ടറിഞ്ഞു കൊടുക്കണം. നമ്മളെ നാട്ടിലെ നമ്മളെ കുട്ടികളൊക്കെ പെരുന്നാളിന് വസ്ത്രം തണിഞ്ഞ് പള്ളിയിലേക്ക് വരുമ്പോ നമ്മുടെ നേരെ അയൽപക്കത്ത് അല്ലെങ്കിൽ നാട്ടിലേതെങ്കിലും ഒരു ഭാഗത്ത് വസ്ത്രം വാങ്ങാൻ കഴിവില്ലാത്ത പാവപ്പെട്ട ഒരു യതീം മക്കൾ താമസിക്കുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ നമ്മളെ കണ്ണിൽ ആദ്യം വരേണ്ടത് അതാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, അവർക്കൊരു ഡ്രസ്സ്. അപ്പൊ ആ കുട്ടി പെരുന്നാളിന്റെ തലേന്ന് നമ്മൾ പോയി അന്വേഷിക്കുമ്പോ വസ്ത്രമൊക്കെ വാങ്ങിയോ? ഇല്ല, കഴിഞ്ഞ പെരുന്നാങ്ങിയത് ഉണ്ട്, അത് പതുക്കെ ഒന്ന് തേച്ച് മിനുക്കി ഉജാലൊക്കെ മുക്കി റെഡിയാക്കി അതന്നെ ഇടാന്നുള്ളതാണ് നിയ്യത്ത് എന്ന് പറയുമ്പോഴേക്ക് നമ്മളെ മനസ്സിൽ വരുന്ന പ്രയാസം ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. നമ്മുടെ വീട്ടിലെ മക്കൾ, അവർക്ക് കഴിഞ്ഞ പെരുന്നാൾ കഴിഞ്ഞിട്ട് ശേഷം 1-2 കല്യാണങ്ങൾക്ക് വേറെ പുതിയത് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ കുടുംബത്തിന് വകുപ്പില്ലാത്തതുകൊണ്ട്, വകയില്ലാത്തത് കൊണ്ട് കഴിഞ്ഞ പെരുന്നാളിന് വാങ്ങിയ തന്നെയാണ് അലക്കി മുക്കി റെഡിയാക്കി വീണ്ടിടുന്നത്. അവർക്കൊരു പുതുവസ്ത്രം, നമ്മുടെ കുട്ടിക്ക് ധരിപ്പിച്ച ഒരു പുതുവസ്ത്രത്തിനെ പോലൊരു പുതുവസ്ത്രം. ആ കുട്ടിന്റെ ചെരുപ്പ് ഇങ്ങനെ നോക്കുമ്പോ എല്ലാ വാറും അറ്റ്, ഇനി അത് തേയാൻ ബാക്കിയില്ല, അങ്ങനെയാ നടക്കുന്നത്. ഒരു ചെരുപ്പ് അതിന് വാങ്ങിക്കൊടുത്താൽ, പഠനത്തിന് അതിന് സഹായം ചെയ്തു കൊടുത്താൽ ഒന്നും വെറുതെ ആകൂല. മഹാന്മാര് യതീമുകളെ പോറ്റി വളർത്തിയ മുഖങ്ങളൊക്കെ അങ്ങനെയല്ലേ? താവടിയായിട്ട് അനാഥകളെ നോക്കിയത് അങ്ങനെയല്ലേ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുമ്പോഴാണ് കുട്ടികളൊക്കെ കളിക്കുന്നു. ഒരു കുട്ടി മാറി നിന്ന് കരയുന്നു. ചെറിയൊരു കുട്ടി, ചെറിയ പ്രായമുള്ള 5-6 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി മാറി നിന്ന് കരയുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സ് വേദനിച്ചു പോയി. ഒരു കുട്ടിയുടെ കരച്ചിൽ. തങ്ങൾ ആ കുട്ടിന്റെ അടുത്തേക്ക് ചെന്നു, ചോദിച്ചു, മോനെ എന്തിനാ കരയുന്നത്? കുട്ടിക്ക് ധാരാ ചോദിക്കുന്ന ആളെന്ന് ഒന്നും അറിയില്ല കുട്ടിക്ക്. കുട്ടി പറഞ്ഞു, ഇവരൊക്കെ പുതുവസ്ത്രങ്ങൾ ധരിച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിയിട്ട് സന്തോഷത്തോടെ കളിക്കാണ്. മോന് വീട്ടിൽ ആരാ ഉള്ളത്? ഉപ്പയില്ലേ? എന്റെ ഉപ്പ ഷഹീദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയുള്ള ഒരു യുദ്ധത്തിന് പോയി ബാപ്പ ഷഹീദായി. ഉമ്മല്ലേ? ഉമ്മാനെ വേറൊരാൾ കല്യാണം ചെയ്ത് ഉമ്മാൻ അങ്ങനെ കൊണ്ടുപോയി. ഞാൻ ഒറ്റക്കാണ്. അത് പറഞ്ഞപ്പോ ആ കുട്ടിയോട് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മോനെ അത്തർലാ അൻ അകൂന അബാക്, ഞാൻ നിന്റെ ഉപ്പയാകുന്ന നിനക്ക് തൃപ്തിയാണോ? വആയിഷതു ഉമ്മക, ആയിഷ ബീവി നിന്റെ മാതാവാകുന്നതും, വഫാത്തിമതു ഉഖ്തക, ഫാത്തിമ ബീവി നിന്റെ സഹോദരിയാകുന്നതും, വൽ ഹസനു വൽ ഹുസൈനു അഖവാക, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ നിന്റെ സഹോദരങ്ങളാകുന്നതും ഇഷ്ടമാണോ മോനെ? കുട്ടി പറഞ്ഞു, അഫ്വൻ യാ റസൂലല്ലാഹ്,
അള്ളാഹുവിന്റെ റസൂലാണ് തങ്ങളെന്ന് അറിയാതെയാണ് എന്റെ ഉപ്പ റസൂലുള്ളാഹിന്റെ കൂടെയുള്ള യുദ്ധത്തിൽ ഷഹീദായി എന്ന് ഞാനൊരു സങ്കടം പറഞ്ഞത്. മാപ്പാക്കണം നബിയേ, എന്റെ ഉപ്പ തങ്ങളാകുന്നത് എനിക്ക് ഇഷ്ടമാണ്. പള്ളിയിലേക്ക് പോകുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നേരെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, കുളിപ്പിക്കണം, നല്ല വസ്ത്രങ്ങൾ ധരിപ്പിക്കണം, സുഗന്ധലേപനങ്ങൾ പുരട്ടിക്കൊടുക്കണം, കളിക്കോപ്പുകളുമായി കുട്ടിയെ പറഞ്ഞു വിടണം, നല്ല സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കണം. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആ കുട്ടി വന്നിങ്ങനെ കളിക്കുമ്പോ കൂട്ടുകാരിൽ പലരും ചോദിച്ചു, നീയല്ല മോനെ അപ്പുറത്ത് നിന്ന് കരഞ്ഞിരുന്നത്? നിന്റെ വസ്ത്രങ്ങളൊക്കെ മാറി പുതുവസ്ത്രമായല്ലോ, ഒരുപാട് കളിക്കോപ്പുകൾ നിന്റെ കയ്യിൽ കിട്ടിയല്ലോ. കുട്ടി പറഞ്ഞു, ഇന്നത്തെ ദിവസം ഞാൻ സന്തോഷത്തിലാണ്. എന്തേ കാരണം? എന്റെ ഉപ്പയായി ഇപ്പൊ എനിക്കുള്ളത് അള്ളാഹുവിന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി എന്റെ ഉമ്മയാണ്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്റെ സഹോദരിയാണ്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും എന്റെ സഹോദരങ്ങളാണ്. ഞാൻ ഇന്ന് ഏറെ സന്തോഷത്തിലാണ്. അപ്പോൾ ബാക്കിയുള്ള മക്കളൊക്കെ പറഞ്ഞു, യാ ലൈത അബാനാ ഖദ് ഖുതിലൂ ഫീ സബീലില്ലാഹ്, ഞങ്ങളെ ബാപ്പമാരും അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഉപ്പയായി മുത്തുനബി തങ്ങളെ കിട്ടുമായിരുന്നല്ലോ, ആയിഷ ബീവിയെ ഉമ്മയായി കിട്ടുമായിരുന്നല്ലോ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ സഹോദരിയായി കിട്ടുമായിരുന്നല്ലോ. ഞങ്ങളെ ബാപ്പമാര് ഷഹീദായില്ലല്ലോ. 2 വർഷം കഴിഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ മരുഭൂമിയിൽ നിന്നിട്ട് ഈ കുട്ടി തേങ്ങിക്കരയാൻ തുടങ്ങി. എന്റെ ഉപ്പ വഫാത്തായി പോയി, ഇനി എനിക്ക് ഉപ്പയായിട്ട് ആരാണുള്ളത്? ആ കുട്ടിയെ ചേർത്ത് പിടിച്ചു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. വീട്ടിൽ കൊണ്ടുപോയി, മോനെ ഇനി മുതൽ നിന്റെ ഉപ്പ ഞാനാണ്, നിന്നെ ഞാൻ വളർത്തും, നിന്നെ ഞാൻ സംരക്ഷിക്കും, പേടിക്കേണ്ടതില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വർഷവും ചില്ലറ മാസവുമല്ലേ ഭരണം നടത്തിയത്. അവര് ഷഹീദായപ്പോഴും കുട്ടി കരഞ്ഞപ്പോ ഏറ്റെടുക്കുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവര് കൊടുക്കുന്ന പരിഗണന, യതീമിനെ വിടാതെ ഫോളോ ചെയ്യുന്ന ആ ഒരു മഹബത്ത്, ആ ഒരു അനുധാവനം നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണം. യതീമിനെ ചീത്ത പറയാൻ പോലും പാടില്ല. യതീമിന് കുസൃതിയൊക്കെ കുറച്ച് കൂടുതലുണ്ടാകും, പക്ഷെ ഒന്നും അപഹസിക്കാനോ പരിഹസിക്കാനോ, ഒരു വാപ്പല്ലാത്തവനാണ് നീ എന്ന ഒരു വാക്ക് പോലും പറയാൻ പാടില്ല. ആ കുട്ടിയുടെ മനസ്സിൽ എനിക്ക് ബാപ്പല്ല, ഞാൻ വലിയ പ്രയാസത്തിലാണ് എന്ന ഒരു തോന്നൽ പോലും ഉണ്ടാകാത്ത വിധം അതിനെ വളർത്തണം, സംരക്ഷിക്കണം. ബാപ്പാന്റെ മേൽവിലാസം ചോദിക്കുമ്പോ നമ്മളെ ബാപ്പയായിട്ട് കുട്ടി പറയണം. ആ ഒരു സന്തോഷത്തിൽ ഒരു കുട്ടിയെ വളർത്തണം. അതിന് ഭക്ഷണം കൊടുക്കലാണ് മുഖ്യമായത്. അതുകൊണ്ടാണ് അള്ളാഹു തന്നെ പറഞ്ഞത്. ബാക്കിയൊക്കെ ആ കൂട്ടത്തിലുണ്ട്. ജീവിക്കാൻ ഏറ്റവും ആദ്യം വേണ്ടത് ഭക്ഷണമാണല്ലോ. അതുകൊണ്ടാണ് അള്ളാഹു അതെന്നെ എണ്ണി പറഞ്ഞ്. അല്ല വസ്ത്രം കൊടുക്കലതിനെതിരല്ല, പാർപ്പിംഗ് ഒക്കെ ഇതിന്റെ ഭാഗമാണ്. ഖുർആന്റെ ശൈലി അങ്ങനെയാണ്. ഒരു വിഷയം പറയും, ബാക്കിയൊക്കെ അതിന് ചുറ്റിപ്പറ്റി ഉണ്ടാകും. ഒരു വിഷയം അല്ലാഹു തആല പറയും, ബാക്കിയെല്ലാം ആ വിഷയത്തിൽ ഉണ്ടാകും. സ്വർഗത്തിലെ ഭക്ഷണത്തെ പറ്റി അല്ലാഹു തആല പറഞ്ഞ അങ്ങനല്ലേ, വലഹും റിസ്ഖുഹും ഫീഹാ ബുക്റത്തൻ വാശിയ. സ്വർഗത്തില് ബുക്ര വാശിയ ഭക്ഷണം ഉണ്ട്. കേട്ട ഒരാൾ ചോദിച്ചു, അല്ല ഉസ്താദെ സ്വർഗത്തിലെത്തിയിട്ട് 2 നേരെ ഭക്ഷണം ഉള്ളൂ? അങ്ങനല്ല. ബുക്ര വാശിയ എന്ന് പറഞ്ഞാൽ 2 സമയമാണല്ലോ കാര്യമായിട്ടുള്ളത്, രാവും പകലും അല്ലേ? അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ബുക്ര വാശിയ. അതിന്റെ അർത്ഥം 24 മണിക്കൂർ എന്നാണ്. അല്ല 2 നേരം ഭക്ഷണം തന്നിട്ട് ബാക്കിയുള്ളവരെ പട്ടിണി കിടുകയെന്നല്ല. അല്ലെങ്കിൽ പിന്നെ സ്വർഗത്ത് പോടോ. 24 മണിക്കൂറും എന്ന് പഠിപ്പിക്കാനാണ് ബുക്റത്തൻ വാശിയ എന്ന് പഠിപ്പിച്ചത്. അതെങ്ങനെയാണ് ഖുർആൻ അങ്ങനെയാണ് പറയാ. വന്നജുമു വശജറു യസ്ജുദാൻ. നജുമും ഷജറും എന്ന് പറഞ്ഞാൽ വള്ളിച്ചെടിയും തണ്ടുചെടിയും അള്ളാഹുവിന് സാഷ്ടാംഗം നമിക്കുന്നു. 2 ലോകത്തുള്ളൂ. വള്ളിയായിട്ട് പോകുന്ന ചെടികളും തണ്ടായിട്ട് വരുന്നു. 3-മത്തെ ഒന്നുണ്ടോ? ഇല്ല. അപ്പൊ എല്ലാം പെട്ട്, എല്ലാം ആ പറഞ്ഞതിൽ പെട്ട്. അതിന് പറഞ്ഞതിൽ ഈ ബാക്കിയൊന്നുമില്ല, പെടാനൊന്നുമില്ല. 2 അല്ലാത്തൊന്ന് പറയുന്നാൽ നല്ലത് പറയണ്ടേ. ചെടികളിൽ 2 അല്ലാത്തൊന്നും 3-മത്തെ രൂപമല്ലല്ലോ.